ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രകാശനെയും വിക്രത്തിനെയും നല്ല രീതിയിൽ ചതിക്കുകയാണ് ചെയ്യുന്നത് കിരണും കല്യാണിയും. നമ്മുടെ സോണിയുടെ വിവാഹം കഴിഞ്ഞു എന്നത് സത്യം മറച്ചു വെച്ചുകൊണ്ട് അവരെ കബളിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യുകയാണ്. എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത് ശരണ്യ തന്നെയാണ്. അതേ സമയത്താണെങ്കിൽ പ്രകാശൻ ഇവരോട് പക വല്ലാതെ കൂടുകയാണ്. കല്യാണിയോടും കിരണിനോടും സോണിയോടൊക്കെ എങ്ങനെയെങ്കിലും അവരുടെ ജീവിതം നശിപ്പിക്കണം എന്നൊരൊറ്റ ചിന്തയോട് കൂടി തന്നെ പ്രകാശൻ നടക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ ശരണ്യയുടെ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. അപ്പൊ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും, അവര് പ്ലാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ തന്നെ ശരണ്യ കേൾക്കാനിട വരുന്നുണ്ട്. ശരണ്യാണെങ്കിൽ ഇവരെ എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം, ഇവര് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ റെഡിയാവില്ല എന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം കല്യാണിയെയും കിരണിനെയും ഇങ്ങനെ ഇവരുടെ എല്ലാ പദ്ധതികളും വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും തൻ്റെ ജീവിതം തകർത്ത വിക്രത്തിന് ജയിൽവാസം താൻ ഉറപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ SIയെ വേഗം തന്നെ ശരണ്യ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. SI ആണെങ്കിൽ പ്രകാശനോടും വിക്രത്തിനോടും ഒരുപാട് ദേഷ്യമുള്ള ഒരാളാണ്. ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു കേസ് കിട്ടാൻ കാത്തിരിക്കുകയാണ് ആ SI. അങ്ങനെ SI വരികയും അതുപോലെ തന്നെ ഗാർഹിക പീഡനത്തിന് പ്രകാശനെയും അതുപോലെ വിക്രത്തിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ ആദ്യ ഭർത്താവിനെ ഉപദ്രവിച്ച് ഹോസ്പിറ്റലിലാക്കിയതൊക്കെ ഇയാളാണ്. അങ്ങനെയുള്ള കുറ്റങ്ങളെല്ലാം തന്നെ വിക്രത്തിനും ചാർത്തി കൊടുക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരെയും, പ്രകാശനെയും വിക്രത്തിനെയും, പോലീസ് ശരണ്യയുടെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ട് അമ്മൂമ്മ ആകെ തകർന്നടിയുകയാണ്. അമ്മൂമ്മ എന്തായാലും ഈ വയസ്സാങ്കാലത്ത് ശരണ്യ ജയിലിലൊന്നും അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതേ സമയത്താണെങ്കിൽ ഇവരെ കുറിച്ച് ആലോചിച്ച് അങ്ങനെ ജീവിതം കഴിയേണ്ടി വരും ആ അമ്മൂമ്മയ്ക്കും. പ്രകാശൻ കിരണിനും കല്യാണിക്കും സോണിക്കും എതിരെ പ്രയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു കാര്യം അതോടുകൂടി ശരണ്യ തകർക്കുകയും ഇല്ലാതാക്കുകയൊക്കെയാണ് ചെയ്യുന്നത്, ഇവരെ ജയിലിൽ അടച്ചുകൊണ്ട് തന്നെ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.